ബിഗ് ബോസ് മലയാളം സീസൺ 6 രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ ഇന്ന് വൈകിട്ട് തന്നെ നോമിനേഷൻ പ്രക്രിയ ആരംഭിക്കും എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതെ, കൺഫെഷൻ റൂമിൽ ഇരുന്നുകൊണ്ട് ഓരോരുത്തരുടെ പേരുകൾ നിർദ്ദേശിക്കുകയും കാരണങ്ങൾ പറയുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ അവ്യക്തമായ ദൃശ്യങ്ങൾ ആ പ്രൊമോയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കളി തുടങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകരെയും കളിയിലേക്ക് ബിഗ് ബോസ് ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ മുതൽ നമുക്കും വോട്ട് ചെയ്തു തുടങ്ങാം. ഇവിടെ പവർ റൂമിലേക്ക് കയറിപ്പോയ ഒരു കൂട്ടം ആൾക്കാർ സവിശേഷമായ അധികാരം ലഭിച്ചവരുണ്ട്. അവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു നിയമമുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് ആ കൂട്ടത്തിലുള്ള ഒരു മത്സരാർത്ഥിയെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് എത്തിക്കുവാനും കഴിയും. അതായത് കൺഫെഷൻ റൂമിൽ പോയി മറ്റുള്ളവർ ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യുവാൻ പവർ റൂമിലുള്ളവർക്ക് കഴിയും. എന്തായാലും ബിഗ് ബോസ് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഗംഭീര മാറ്റങ്ങൾ വരുമെന്ന്. ആ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ചടുലമായ നീക്കങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ചിതറിക്കിടക്കുന്ന മലയാളി പ്രേക്ഷകരെ ബിഗ് ബോസ് ഷോയുടെ മുൻപിലേക്ക് എത്തിക്കുവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും അല്പനിമിഷങ്ങൾ കൂടി നമുക്ക് കാത്തിരിക്കാം. ആരെയൊക്കെയായിരിക്കും നോമിനേറ്റ് ചെയ്യുവാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും അവരെ നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന കാരണങ്ങൾ എല്ലാം ഇന്ന് രാത്രിയിലെ എപ്പിസോഡിൽ വെളിപ്പെടും. മറ്റൊരു അപ്ഡേഷനുമായി വേഗമെത്താം.